ഒരക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമലിവോടെ ദൈവത്തിന്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത്. ജവമാന മാസത്തിലാണല്ലോ നാം പരിശുദ്ധ ജവമാന രാജ്ഞി തിരുനാൾ അനുസ്മരിക്കുന്നത്. 1570 തുർക്കികളുമായുണ്ടായ ലെവാന്റെ യുദ്ധത്തിൽ കൈവരിച്ച നാവിക വിജയത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വിശുദ്ധ പീയൂസ് അഞ്ചാമൻ മാർപ്പാപ്പ ഒക്ടോബർ 7 പരിശുദ്ധ ജവമാന രാജ്ഞി തിരുനാളായി പ്രഖ്യാപിച്ചു. പരിശുദ്ധ ജവമാന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന വിശിഷ്ടമായ പ്രാർത്ഥനാക്രമത്തിൽ കൂട്ടിച്ചേർത്തത് ലൂയി 13 മാർപ്പാപ്പയാണ്. പരിശുദ്ധ ജവമാന വഴി നമ്മൾ കൈവരിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും പകരമായി ലോകമെമ്പാടുമുള്ള എല്ലാ ക്രൈസ്തവരും മാതാവിന്റെ ജവമാന ചൊല്ലിക്കൊണ്ട് മാതാവിന് നന്ദി അർപ്പിക്കുന്നതിന്റെ ആഘോഷമാണ് ഈ തിരുനാൾ. എല്ലാ ക്രൈസ്തവരും ശക്തമായ ഒരു ആയുധമായി മുറുകെ പിടിക്കുന്നത് ജവമാലയാണ്. ഇത് നമ്മെ എല്ലാ പാപങ്ങളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നു, പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന സ്നേഹോപകാരം ജപമാലയാണ്. ആര് ജപിക്കുന്നുവോ അവരെയും ആർക്കു വേണ്ടി ജപിക്കുന്നുവോ അവരെയും വിശദീകരിക്കുന്ന വിശിഷ്ടമായ പ്രാർത്ഥന. നാം ജപമാല സമർപ്പിക്കുമ്പോൾ ഈശോ തന്നെയാണ് പ്രസാദിക്കുന്നത്. ഇന്ന് നമ്മുടെ ക്രൈസ്തവ സഭ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും, പ്രത്യേകമായി ലോകം പ്രതിസന്ധിയിലായിരിക്കുന്ന COVID-19 എന്ന മഹാമാരിയെ സമർപ്പിച്ചുകൊണ്ട് രക്ഷയാചിച്ചുകൊണ്ട് നമുക്കും ജപമാല കൈകളിലേന്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മയോടു ചേർന്നു ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തിടുന്നു. അമ്മയിൽ നിത്യവും ഞങ്ങൾ മാധ്യസ്ഥം